സാധാരണ വാഹനങ്ങളിൽ നമ്മൾ 1.5 റൗണ്ട് ഇങ്ങനെ സ്റ്റിയറിംഗ് തിരിച്ചാലാണ് ഫുൾ ടേൺ ആവുന്നത്. പക്ഷേ ഗോൾഫ് GTയിൽ നമ്മൾ 1 റൗണ്ടേ ഉള്ളൂ ആകെ. ഇതിപ്പോൾ സെൻറ്ററാണ് നിൽക്കുന്നത്, ഇത്രയേ ഉള്ളൂ. സ്റ്റിയറിംഗ് ലോക്കായി എൻഡായി. അതുപോലെ തന്നെയാണ് നമ്മൾ വീണ്ടും സെൻറ്ററായി ഓപ്പോസിറ്റ് സൈഡിലേക്ക് ലോക്കായി. അപ്പോൾ ഇതാണ് പ്രോഗ്രസീവ് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. ഒരു ഫോക്സ്വാഗൻ്റെ വാഹനങ്ങൾ കാണുന്ന പോലെ ഒരു ഡുവൽ ഹോണാണ്, വളരെ ലൗഡായിട്ടുള്ള ഹോണാണ് നൽകിയിട്ടുള്ളത്. ഇനി വൈപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പ്രേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൽ ഗോൾഫ് എന്നുള്ളത് നമുക്ക് ഈ ഒരു വയർലെസ് ചാർജിങ് ഏരിയയിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. വാഹനത്തിന് മറ്റെവിടെയും ഇതിൻ്റെ മോഡൽ നെയിം എഴുതിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. ഇങ്ങനെ ഒരു വീഡിയോ ഇന്ത്യയിൽ ആരും ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു മലയാളി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ഈ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിലേക്ക് ആകെ 150 യൂണിറ്റ് മാത്രം ഫോക്സ്വാഗൺ കൊണ്ടുവന്ന ഗോൾഫ് GTയുടെ 3 കളേഴ്സ് ഇങ്ങനെ ഒരുമിച്ച് നിർത്താൻ പറ്റിയത് ഞാനൊരു മലയാളി ആയതുകൊണ്ടാണ് എന്നുള്ളതാണ്. കാരണം ആ 150 യൂണിറ്റിലെ 50ഓളം, ഓൾമോസ്റ്റ് 50 വാഹനങ്ങളും ഡെലിവറി നടന്ന, അല്ലെങ്കിൽ അത് ഓൺ ചെയ്യാൻ പോകുന്നത് മലയാളികളായതുകൊണ്ടാണ്. അത്രയും വാഹനങ്ങൾ നമുക്ക് കേരളത്തിൽ എത്തിയിട്ടുണ്ട് ഡെലിവറി കൊടുക്കാനായിട്ട്. അതുകൊണ്ട് അതിൽ 3 കളേഴ്സ് നമ്മളിങ്ങോട്ട് പൊക്കി, ഗ്രേ, ബ്ലാക്ക്, വൈറ്റ്. ഇത് കൂടാതെ ഒരു റെഡ് കളർ കൂടി വരുന്നുണ്ട്. 60 ലക്ഷം രൂപ ഓൺ റോഡ് വില വരുന്ന കംപ്ലീറ്റ് ബിൽഡ് യൂണിറ്റ് ആയിട്ട് ജർമ്മനിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന ഫോക്സ്വാഗൺ ഗോൾഫ് GT ആണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്താണ് ഇതിൻ്റെ ഇത്ര പ്രത്യേകത? അതുപോലെ ഇത് എടുത്ത ആളുകളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയുന്നവർ തന്നെ മമ്മൂട്ടിയുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, ജോർജ് ജോർജ് ഉണ്ട്, ജയസൂര്യ, അത്തരത്തിലുള്ള സെലിബ്രിറ്റീസ് സ്വന്തമാകുന്ന വാഹനമാണ് എന്നുള്ളതാണ്. ഗോൾഫിന് അവരുടെ ഫേവറേറ്റ് കാറാക്കി മാറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത് ഗോൾഫ് GT ആണെങ്കിൽ ഗ്ലോബിൽ 2 വേരിയൻറ്റ് ലഭിക്കുന്നുണ്ട്. GTയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെർഫോമൻസ് വേരിയൻ്റ് ആവും എന്നുള്ളതാണ്. ഒപ്പം നമുക്ക് കോസ്മെറ്റിക് ചേഞ്ചസ് ആയിട്ട് ഒരു റെഡ് സ്ട്രിപ്പ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ GTയുടെ റെഡ് ബാഡ്ജിങ് പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ബാക്കി ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ്. അതുപോലെ ഒരു ലോവർ ഏരിയയുടെ ഗ്രില്ലിൻ്റെ എയർ ഡാമിൻ്റെ ഏരിയയിലൊക്കെ ചെറിയ ഡിസൈൻ മാറ്റങ്ങളാണ് ഒരു നോർമൽ വേരിയൻറ്റിലും GTയിലും വ്യത്യാസമായിട്ട് വരുന്നത് കേട്ടോ. പ്രധാനമായിട്ട് ലോഗോ ഇല്ലുമിനേറ്റർ ആണ് വന്നുള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഫോക്സ്വാഗൻ്റെ ഒരു വാഹനത്തിൽ ലോഗോ ഇല്ലുമിനേറ്റർ വരുന്നത്. കാണാൻ അതിമനോഹരമായിട്ടുണ്ട് എന്ന് പറയാം. അതുപോലെ ഈ ഒരു ലൈറ്റ് കണക്റ്റിംഗ് ടൈപ്പാണ്, ഫുൾ ഇലുമിനേറ്റഡ് ആണ് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയായിട്ട് എടുത്ത് പറയാവുന്നതാണ്. ഈ ഒരു ഗ്രില്ലിൻ്റെ ഏരിയ നോക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഫോക്സ്വാഗൺ വാഹനങ്ങൾ കാണുന്ന ഒരു ടിപ്പിക്കൽ സാധനം, അവർ സിഗ്നേച്ചർ ടൈപ്പ് ഗ്രില്ലാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ഡൈനാമിക് സ്വൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് വന്നുള്ളത്. LED ഹെഡ് ലാംപ്സ് വന്നിട്ടുണ്ട്. അത് IQ ലൈറ്റ്സ് ആണ്, ഇൻ്റലിജൻ്റ് ആയിട്ട് നമുക്ക് ഓട്ടോ ഡിമ്മിങ് കാര്യങ്ങൾ വരുന്നത് അഡാസിൻ്റെ ഭാഗമായിട്ട്. അത് കൂടാതെ തന്നെ അവിടെ ഒരുപാട് നമുക്ക് ആനിമേഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്ന ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ളൊരു ഹെഡ് ലാമ്പ് യൂണിറ്റ് വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പാണ് വന്നിട്ടുള്ളത്. താഴേക്ക് നോക്കിയാൽ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. അതിനകത്തായിട്ട് നമുക്കൊരു 5 ലൈറ്റ്സ് ഈ ഭാഗത്തായിട്ട് കാണാം. ഇതാണ് ഇതിൻ്റെ ഫോഗ് ലാമ്പ് വരുന്നത്. അതിൻ്റെ എക്സ് ഷേപ്പ് എന്നോ ഹണികോം ഡിസൈൻ എന്നൊക്കെ വിശേഷിപ്പിക്കാം. അത് മനോഹരമായിട്ട് ആ ഒരു ബമ്പറിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതും അതിൻ്റെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതേ ഷേപ്പിൽ തന്നെ നമുക്ക് എയർ ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. അഡാസ് ലെവൽ 2 ഫീച്ചർ വരുന്നുണ്ട്. അതിൻ്റെ റഡാർ സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണുന്നത് വളരെ വലിയൊരു എയർ ഡാം, അതായത് കുറച്ച് ഓപ്പൺ ആണ്. നമുക്ക് ആ ഒരു റേഡിയേറ്റർ കാര്യങ്ങളൊക്കെ വിസിബിൾ ആണ് പുറത്ത് നോക്കുന്ന ഏതൊരാൾക്കെന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ 265 PS ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ. ടോപ്പ് സ്പീഡ് 264 km സ്പീഡൊക്കെയാണ്. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടൊരു എഞ്ചിന് അത്രയും ബ്രീത്ത് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് എയർ ഇൻടേക്ക് കാര്യങ്ങളൊക്കെയാണ് ഇത്രയും വൈഡായിട്ട് കൊടുത്തിട്ടുള്ളത് എന്ന് പറയാം. ചിലർക്ക് ബമ്പറിൻ്റെ ഡിസൈൻ ചിലപ്പോൾ ഇഷ്ടമായില്ല എന്നൊക്കെ തോന്നും. പക്ഷേ അത് ഫങ്ഷണലായിട്ട് ഒരു പർപ്പസിനാണ് അത്തരത്തിൽ ഡിസൈൻ കൊടുത്തത്. അതിന് ഒരുപാട് എയർ ഡിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, എയർ വെൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഒരു പെർഫോമൻസ് വാഹനമാണ് ഗോൾഫ് GTI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. മുകളിൽ നോക്കിയാൽ നമുക്ക് അഡാസ് ലെവൽ 2ൻ്റെ ക്യാമറ, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വൈപ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. വേറെ ഒരുപാട് ഡിസൈൻ എലമെൻറ്റ്സ് കാര്യങ്ങളൊന്നും കട്ട് കാര്യങ്ങളൊന്നും നമുക്ക് എടുത്തു പറയത്തക്ക രൂപത്തിൽ വരുന്നില്ല. ഒരു പവർ ബൾജ് നമുക്ക് ഈ ഒരു ബോണറ്റിലായിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് അത്ര ചിലപ്പോൾ വിസിബിൾ ആയിരിക്കില്ല. എനിക്കൊന്ന് വൈറ്റിലും അതുപോലെ ഗ്രേയിലൊക്കെ കുറച്ചുകൂടി ആ ഒരു കട്ട്സ് നിങ്ങൾക്ക് വിസിബിളായിട്ട് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇത്രയാണ് മുൻവശത്ത് ഓരോ കാര്യങ്ങൾ വരുന്നത്. ഇനി വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് അത്ര താല്പര്യമില്ലാത്ത ഒരു കാര്യം വരുന്നുണ്ട്. അത് തന്നെ സൈഡ് പ്രൊഫൈലാണ്. ഇതിൻ്റെ ഒരു സൈസ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു നീളം ശ്രദ്ധിച്ചില്ലെങ്കിൽ 4.3 മീറ്റർ നീളം വരുന്നുണ്ട്. ഏകദേശം നമ്മുടെ ഒരു മിഡ് സൈസ് SUV സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളുടെ അത്രയും ലെങ്ത്ത് വരുന്നുണ്ട്. ഉയരം പിന്നെ ഈ ഒരു 6 അടി ഉയരക്കാരൻ്റെ മുമ്പിൽ ചെറുതാണ് എന്ന് പറയാം. എൻ്റെ അത്രയും ലോവറായിട്ടാണ് ഈ ഒരു വാഹനം വരുന്നത്. 136 mm നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. കാരണം എഗെയിൻ പെർഫോമൻസ് വാഹനങ്ങളിൽ അങ്ങനെ ആയിരിക്കണം. അപ്പോൾ നിങ്ങളൊന്ന് ഇതിൻ്റെ ഒരു സ്റ്റാൻസ് വശങ്ങളിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നേക്കാൾ വളരെ ചെറുതാണ് നമ്മുടെ ഗോൾഫ് GTI എന്ന് പറയാം. ഇനി എൻ്റെ ഇഷ്ടപ്പെടാത്ത കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അലോയുടെ ഡിസൈനാണ് എന്ന് പറയാം. അവർ മനോഹരമാകാനായി ശ്രമിച്ചിട്ട് നമുക്കൊരു 18 ഇഞ്ചിൻ്റെ വീല് കാര്യങ്ങളാണ് വന്നുള്ളത്. ബ്രിഡ്ജിസ്റ്റോണിൻ്റെ ടയറാണ് നൽകിയിട്ടുള്ളത്. പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ 225/40 18 നമുക്ക് പ്രൊഫൈൽ വന്നുള്ളത്. റെഡ് കാലിപ്പേഴ്സ് കാണാൻ സാധിക്കും. 4 വീലും ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു
ഡയമണ്ട് സർഫസ് ടൈപ്പ് ഒരു അലോയ്സിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. ശരിക്കും ഗ്ലോബലി ഇവർ കൊടുക്കുന്നത് മറ്റൊരു ഡിസൈൻ, അത് കുറച്ചുകൂടി മനോഹരമായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഇന്ത്യയിൽ എന്തായാലും ഈ ഒരു ടൈപ്പ് അലോയ്സോട് കൂടിയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയാം. അതുപോലെ ORMലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് അഡ്ജസ്റ്റ് ഫോൾഡ് എല്ലാം വരുന്നുണ്ട്. കൂടാതെ നമ്മൾ റിവേഴ്സ് ഒക്കെ ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ടിൽറ്റ് ഡൗൺ പോലത്തെ അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് ORM ലഭിക്കുന്നത്. അതിൽ തന്നെ ഇൻഡിക്കേറ്റർ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അഗൈൻ GTAയുടെ ഒരു റെഡ് ബാഡ്ജിങ് നമുക്ക് 2 ഡോറിൽ മുൻവശത്ത് 2 ഡോറുകളിലായിട്ടും ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. കൂടാതെ ഈ ഒരു ഡോർ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഇല്ലുമിനേറ്റഡ് ആണ്. സൈഡിൽ 4 ഡോർ ഹാൻഡിൽസ് നമുക്ക് ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സൺറൂഫ് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാവുന്ന സൺറൂഫ് വന്നിട്ടുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നുണ്ട്. റൈറ്റ് സൈഡിലാണ് ഫ്യൂൽ ലിഡ് വന്നുള്ളത്. 45 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വന്നുള്ളത്. 2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് നമുക്ക് ഗോൾഫ് GTA ലഭിക്കുക. അതുപോലെ ഈ ഒരു വശങ്ങളുടെ ലുക്കിൽ നമ്മൾ പ്രധാനമായിട്ട് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു സീ പില്ലർ നമ്മൾ സാധാരണ ഹാച്ച് ബാക്കിൽ കാണാത്ത രൂപത്തിൽ വളരെ തടിച്ച രൂപത്തിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ ആ ഒരു റെഡ് കാലിപ്പേഴ്സ് ഒക്കെ എടുത്തറിയുന്നുണ്ട്. പക്ഷേ അലോയ്സ് കുറച്ചുകൂടി ഭംഗി, പ്രത്യേകിച്ച് ഒരു ബ്ലാക്കിൽ ഫുൾ ബ്ലാക്ക് അലോയ്സും കൂടി ആണെന്നുണ്ടെങ്കിലും ആ ഒരു കാലിപ്പേഴ്സൊക്കെ ഒന്നുകൂടി തിളങ്ങി നിന്നേനെ എന്ന് പറയാം. അതുപോലെ ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ അത് വരിക, അല്ലെങ്കിൽ പ്രീമിയം ഹാച്ച് ബാക്ക്, ലോങ് ഹാച്ച് ബാക്ക് എന്നൊക്കെ പറയാവുന്ന ഒരു സെഗ്മെൻറ്റാണ് നമുക്ക് ഈ ഗോൾഫ് GTA വരുന്നത്. ഇന്ത്യയിൽ ഇതിന് മുമ്പ് ഈ ഒരു സെഗ്മെൻറ്റ് വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ചില പ്രീമിയം വേരിയൻസ് അല്ലെങ്കിൽ മോഡൽസിൽ വന്നിട്ടുണ്ട് എന്ന് പറയാം. പ്രത്യേകിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു മമ്മൂട്ടി ഈ ഒരു ഗോൾഫ് GTA ബുക്ക് ചെയ്തിട്ടുണ്ട്, എടുക്കുന്നുണ്ട് എന്നുള്ളത്. ഓൾറെഡി ഇത്തരത്തിലുള്ള മോഡൽസ് മാർക്കറ്റിൽ വന്നപ്പോഴൊക്കെ അദ്ദേഹം അത് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കൊരു മെഴ്സിഡീസിൻ്റെ A45S AMG എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ടായിരുന്നു. അതുപോലെ ഫോക്സ് വാഗൻ്റെ തന്നെ പോളോ GTA എന്ന് പറഞ്ഞ 2 ലിറ്റർ എഞ്ചിനോട് ചെയ്യുന്ന ഒരു മോഡൽ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ കളക്ഷനിലുള്ള വാഹനങ്ങളാണ് എന്നുള്ളതാണ്. കൂടാതെ വോൾവോയുടെ V40 നമുക്കൊരു വാഹനം ഉണ്ടായിരുന്നു, അതും ക്രോസ് കൺട്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അടിപൊളി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് വാഹനമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് മോഡൽസൊക്കെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഓൾറെഡി ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. റിയർ പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ഈ ഒരു ഗ്ലാസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു ബ്ലാക്ക് ആണല്ലേ, ഉള്ളിലേക്ക് നമുക്കൊന്ന് കാണാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഫാക്ടറി ഫിറ്റഡ് ആയിട്ട് നമുക്കിത് ഹീറ്റ് ആൻഡ് സൗണ്ട് ഇൻസുലേറ്റർ ആണ് ഗ്ലാസ് വരുന്നത്. റിയർ മാത്രമല്ല കേട്ടോ, ചുറ്റുമുള്ള ഫ്രണ്ട് വിൻഷീൽഡ് അടക്കം ഇതിൽ കൊടുത്തുള്ള എല്ലാ ഗ്ലാസ് നമുക്ക് ഹീറ്റ് ആൻഡ് സൗണ്ട് ഇൻസുലേറ്റർ ആണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. റിയർ വൈപ്പർ ഡീഫോർ കാര്യങ്ങളൊക്കെ വന്നിട്ട് സ്പോയിലറിലായിട്ട് നമുക്കൊരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ലൈറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ IQ ലൈറ്റ്സ് ആണ്, മെട്രിക്സ് LED ഹെഡ് ലാമ്പ് യൂണിറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് റിവേഴ്സ് ലൈറ്റ് 2 കാണാൻ സാധിക്കും. അതുപോലെ ഫോഗ് ലാമ്പ് നമുക്ക് അതേ ലൈറ്റിൽ തന്നെയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു സൈഡ് മാത്രം നമ്മൾ റിയർ ഫോഗ് ലാമ്പ് ഓൺ ആക്കിയാൽ ഇതുപോലെ ഒരു സൈഡ് മാത്രം ഒരു റെഡ് ലൈറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ബാക്കിയുള്ള ലൈറ്റ്സ് ഒക്കെ ഇലിമിനേറ്റ് അവിടെ നിന്നുണ്ടെങ്കിൽ റിവേഴ്സ് ഇടുമ്പോഴാണ് ഇലിമിനേഷൻ വരിക എന്നുള്ളതാണ് ലൈറ്റ്സിൻ്റെ കാര്യത്തിൽ വരുന്നൊരു കാര്യം. അതുപോലെ ലോഗോ നമുക്ക് ഈ രൂപത്തിലാണ് നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്യുക. പോലെ റിവേഴ്സ് ഇടുന്ന സമയത്തും ഈ ലോഗോ ഇങ്ങനെ ചെരിഞ്ഞ് വന്നിട്ടാണ് നമ്മുടെ റിവേഴ്സ് ക്യാമറയും ഓപ്പൺ ആവുന്നത്. ആ രൂപത്തിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. മൊത്തത്തിൽ ഫ്രണ്ടിൽ നമ്മൾ ഒരുപാട് അത്യാവശ്യം ഒരു കട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിയറിലേക്ക് വരുന്ന സമയത്ത് വളരെ പ്ലെയിൻ ആണെന്ന് പറയാം. ബൂട്ട് ലിഡൊക്കെ നോക്കുന്ന സമയത്ത് വലിയ അഡ്ജസ്റ്റ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും നൽകിയിട്ടില്ല. ഇനി ബമ്പറിലേക്ക് വന്നാലും ഒരുപാട് ആ ഒരു ഫിൻസ് കാര്യങ്ങളോ അങ്ങനെ പുറത്ത് നോക്കുന്ന സമയത്ത് ഇത് അഗ്രസീവ് വാഹനമാണ് എന്നുള്ള തോന്നലുണ്ടാക്കാനുള്ള ശ്രമമൊന്നുമില്ല. അതാണ് എന്നുള്ളത് ബോധ്യപ്പെടും വണ്ടി ഓടിക്കുമ്പോൾ എന്നുള്ളതാണ്. കാഴ്ചയിലാണ് തോന്നിപ്പിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും വോക്സ്വാഗൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ റിയറിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ ഒരു ട്വിൻ ടെയിൽ പൈപ്പാണ് എന്നുള്ളതാണ്. അത്യാവശ്യം മോട്ടിയായിട്ടുള്ള എക്സോസ്റ്റ് നോട്ട് കൂടി നമുക്ക് ഒരു വാഹനത്തിനായിട്ട് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. GTAയുടെ ബാഡ്ജിങ് ഇവിടെ കൂടി കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പുറത്ത് മൊത്തം 4 GTA ബാഡ്ജിങ്ങാണ്. ഫ്രണ്ട് ഗ്രില്ലിൽ, റിയറിൽ, ഫ്രണ്ട് 2 ഡോറുകളുടെ സൈഡിലായിട്ട് നമുക്ക് 4 GTA ബാഡ്ജിങ് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലോഗോ പുള്ളി ചെയ്തിട്ടാണ് നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്യേണ്ടത്. 380 ലിറ്ററിൻ്റെ ഒരു സ്റ്റോറേജ് ഏരിയയാണ് നമുക്ക് ബൂട്ട് സ്പേസ് ആയിട്ട് ലഭിക്കുന്നതെന്ന് പറയാം. പാർസൽ ട്രേ വന്നിട്ടുണ്ട്. അതുപോലെ താഴെയായിട്ട് നമുക്ക് സ്പെയർ വീല് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. സ്പെയർ വീലിൽ സ്പേസ് ഉണ്ട്, പക്ഷേ ഒരു പഞ്ചർ കിറ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നുള്ളൂ. എന്നാലും സ്പേസ് ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാവും. ഇത് 60 ലക്ഷം കൊടുത്ത് വാങ്ങുമ്പോൾ ഒരു സ്പെയർ വീൽ വാങ്ങാനുള്ള പൈസ ഉണ്ടാവില്ല. അപ്പോൾ ആവശ്യമെങ്കിൽ ദൂരയാത്രകൾ പോകുന്നുണ്ടെങ്കിൽ ഒരു സ്പെയർ വീൽ വാങ്ങി വെക്കാനുള്ള ഒരു സ്പേസ് എന്തായാലും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. ആ രൂപത്തിലാണല്ലോ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാഴ്ചയിൽ വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ ഇതിൽ കളേഴ്സിൽ ഏത് കളറാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് എന്നുള്ളതും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് ഉള്ളിലെ ഫീച്ചേഴ്സ് നോക്കാം. ഉള്ളിൽ കയറുന്ന സമയത്ത് വലിയ ഡോറുകൾ വന്നിട്ടുണ്ട്, അത്യാവശ്യം വൈഡായിട്ട് ഓപ്പൺ ആവുന്നുണ്ട് എന്ന് പറയാം. ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 പവർ വിൻഡോ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ലോക്ക് ആൻഡ് ലോക്കിൻ്റെ ലിവറിനൊക്കെ നമുക്കൊരു സിൽവർ ഫിനിഷാണ് വന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു നമ്മുടെ ബോട്ടിൽ ഹോൾഡറിനകത്തായിട്ട് നമുക്കൊരു ചെറിയൊരു സോഫ്റ്റ് ടച്ച് ഏരിയ കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ വല്ല ബോട്ടിലൊക്കെ വെച്ചാലും നമുക്ക് റാറ്റിൽ സൗണ്ട്സ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി ഇരിക്കുന്ന സമയത്ത് സ്പേസ് നോക്കുകയാണെങ്കിൽ ഇത്തിരി സ്പേസ് കുറവാന്ന് പറയാം. എനിക്ക് അങ്ങേയറ്റത്തെ കംഫർട്ടബിൾ ആയൊരു ലെവലിലാണ് ഈ ഒരു ഡ്രൈവർ സീറ്റ് ഇട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ അത്ര സൈസുള്ള ആളുകളൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് ജോർജ് എടുക്കേണ്ടി പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹമൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു ലെവലിലെങ്കിലും സീറ്റ് ഇടേണ്ടി വരും. അങ്ങനെ ഇടുന്ന സമയത്ത് ഇത്തിരി ക്രാംഡാണ് റിയർ സീറ്റ് എന്ന് പറയാം. നമുക്ക് അത്ര സ്പേസ് കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഒരു നോർമൽ ലെവലിൽ ഇടുന്ന സമയത്ത് അത്യാവശ്യം ഒരു 5, 6, 5, 7 ആൾക്കൊക്കെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാം. ഒരു 6 അടിക്കാരന് ഇതിനകത്തിരുന്ന് യാത്ര റിയർ സീറ്റ് അത്ര കംഫർട്ടബിൾ ആവില്ല എന്നുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പർപ്പസ് അതുമല്ല.
കുറച്ചുകൂടി നമുക്ക് ഫ്രണ്ടിൽ കയറുമ്പോൾ ഒരു ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ള ഒരു കോക്പിറ്റാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഡ്രൈവേഴ്സിൻ്റെ കാറാണ്. ഇതിൽ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ഓടിക്കുക എന്നുള്ളതാണ് മീനിങ്, അല്ലാതെ പുറകിലിരുന്ന് യാത്ര ചെയ്യുക എന്നുള്ളതല്ല. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഫീലിലാണ് നമുക്ക് ഈ റിയർ സീറ്റ് വരുന്നതെന്ന് പറയാം. വേറെ സീറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. അതുപോലെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈനൊക്കെ GTയുടെ ഒരു സ്പെഷ്യൽ ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ലെതറിൻ്റെ ഫാബ്രിക്കിന് ഒരു മിക്സ് ആയിട്ടാണ് അപ്പോൾസ്റ്ററി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് പറയാം. അതുപോലെ റിയർ AC വെൻസ് വന്നിട്ടുണ്ട്. 2 C ടൈപ്പ് ചാർജിങ് പോർട്ടുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ACയുടെ കൺട്രോൾസ് കാര്യങ്ങൾ ഇപ്പോൾ ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. 3 സോൺ ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. അപ്പോൾ റിയറിൽ ആരെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ട ടെമ്പറേച്ചർ അവർക്ക് തന്നെ സ്വയം തീരുമാനിക്കാമെന്നുള്ളതാണ്. സെൻട്രൽ ടണൽ അത്യാവശ്യം ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 പേർക്കാണ് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ആംറസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ കപ്പ് ഹോൾഡേഴ്സ് നൽകിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇവിടുന്ന് തന്നെ ബൂട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ളൊരു സ്പേസ് കൂടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും 2 പേർക്കാണ് പരമസുഖമായിട്ട് ഇരിക്കാൻ പറ്റുമെങ്കിൽ പോലും 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. സീറ്റാണെങ്കിലും ആ ഒരു നമുക്ക് 2 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ സീറ്റ് നമുക്ക് കുറച്ചുകൂടി ആ ഒരു ഷേപ്പ് കാര്യങ്ങൾ നമ്മളെ ഉള്ളിൽ പിടിച്ചിരുത്തുന്ന രൂപത്തിൽ, കാരണം ഒരു പെർഫോമൻസ് വാഹനമാണ്. അത്യാവശ്യം ഒന്ന് കോർണർ ചെയ്താലും പുറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും അവർ കിടന്ന് ആടി ഒലയാതിരിക്കാനുള്ള രീതിയിലുള്ള ഒരു സ്പോർട്ടി ആയിട്ടുള്ള സീറ്റുകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതും പറയാം. ഐസ്ബൈക്ക് ചൈൽഡ് സീറ്റ് മൗണ്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് റെഡ് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ നൽകിയിട്ട് ഇൻക്ലൂഡിങ് ഹെഡ് റെസ്റ്റിലടക്കം നമുക്കൊരു റെഡ് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. റൂഫൊക്കെ ഫുൾ ബ്ലാക്ക് ആണ്. കാരണം ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ സ്പോർട്ടി വാഹനങ്ങൾ സൂചിപ്പിക്കുന്നതാണ്. ആ ഒരു ഫീല് വേറെ തന്നെയാണ് അതിൻ്റെ അങ്ങനത്തെ അത്തരം വാഹനങ്ങളുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ എന്ന് പറയാം. അത് നമുക്ക് ഇതിനകത്ത് വ്യക്തമായിട്ട് അനുഭവിച്ചറിയാനുണ്ട് എന്നും പറയാം കേട്ടോ. അതുപോലെ തന്നെ മുകളിൽ നമുക്കൊരു മാപ്പ് ലാമ്പ് വന്നിട്ടുണ്ട്. ടച്ചാണ് ഇപ്പോൾ ഓക്കെ 20 ചെറിയൊരു ലാഗ് ഉണ്ട്. ടച്ച് മാപ്പ് ലാംപ്സ് വന്നിട്ടുണ്ട്. അതുപോലെ സീറ്റിൻ്റെ പുറകിലൊക്കെ ആയിട്ട് ഇവിടെ നമുക്ക് മൊബൈൽ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വെക്കാം, കോയിൻസ് വെക്കാം. അതുപോലെ അത്തരത്തിലൊക്കെ സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാലും ഇവിടെ അല്ല, ഇതല്ല ഇതിനെക്കുറിച്ച് പറയേണ്ട സ്ഥലം. നമുക്ക് പറയേണ്ട സ്ഥലത്തേക്ക് കയറിയിരിക്കാം. ഇതാണ് ഗോൾഫ് GTയുടെ കീ. കാണുമ്പോൾ അത്യാവശ്യം ഒരു പ്രീമിയം ഫീലൊക്കെ ഉണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നുമില്ല. നമുക്ക് ലോക്ക് അൺലോക്ക്, ബൂട്ട് ഓപ്പണിംഗ്, അത്ര ഇതിൽ കൺട്രോൾസ് ആയിട്ട് വരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല ഹെവിയാണ് കേട്ടോ. ഡോറൊക്കെ തട്ടൊന്ന് കേട്ട് നോക്കിയാൽ യെസ്, അതാണ് വോക്സ്വാഗൻ്റെ വണ്ടികൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനത്തിനകത്തേക്ക് കയറുന്ന സമയത്ത് കേട്ടോ. പുറകിൽ കണ്ട പോലെ തന്നെയാണ് നമ്മുടെ കളർ പാറ്റേൺ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നമുക്ക് കൂടെ ഒരു കാർബൺ ഫൈബറിൻ്റെ ടച്ച് കൂടി വന്നു എന്നുള്ളതാണ് ഒരു പ്രധാന മാറ്റം. ലോക്ക് അൺലോക്കിൻ്റെ ബട്ടൺ കാണാം. 4 പവർ വിൻഡോയുടെയും ORMൻ്റെ അഡ്ജസ്റ്റ് ഫോൾഡ് തുടങ്ങിയ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ പുറകിൽ കണ്ട പോലെ തന്നെയാണുള്ളത്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതേ ഒരു മെറ്റൽ പെഡൽസാണ്. കാരണം സ്പോർട്ടി ആയിട്ടുള്ള വാഹനങ്ങൾക്ക് നമ്മൾ കാണുന്നതാണ് ഇത്തരത്തിലുള്ള മെറ്റൽ പെഡൽസ്, അതും നൽകിയിട്ടുണ്ട്. അതുപോലെ സീറ്റ് ഹൈറ്റ് നമുക്ക് മാനുവലി അഡ്ജസ്റ്റാണ് നൽകിയിട്ടുള്ളത്. സാധാരണ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചുള്ള വാഹനങ്ങളിലൊക്കെ നമ്മൾ അതല്ല പ്രതീക്ഷിക്കുക. എന്തായാലും ഇതിൽ നമുക്ക് ഗോൾഫ് GTയിൽ നമുക്ക് മാനുവൽ അഡ്ജസ്റ്റേ ലഭിക്കുന്നുള്ളൂ എന്ന് പറയാം. ഇനി കൺട്രോൾസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമുക്ക് പ്രധാനമായിട്ടൊരു മാറ്റം. ഒരു ടച്ച് കൺട്രോൾസാണ് നമ്മുടെ ലൈറ്റ്സിനായിട്ട് നൽകിയിട്ടുള്ളത്. സാധാരണ വോക്സ്വാഗനിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു റോട്ടറി കൺട്രോൾ പോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഇതിൽ ടച്ചാണ്. ഇപ്പോൾ ഓട്ടോയിൽ കിടക്കുന്നത്, മോഡ് മാറ്റാം, ഫ്രണ്ട് റിയർ ഡീഫോഗർ, ഫോഗ് ലാമ്പിൻ്റെ ഒക്കെ ഓൺ ഓഫ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഭാഗത്താണ് നൽകിയിട്ടുള്ളത്. സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് ലെതർ റാപ്ഡ് ആണ്. അതുപോലെ ഹീറ്റഡ് ആണ് നൽകിയിട്ടത്. ടിൽറ്റ് ചെയ്യാനും ടെലിസ്കോപ്പ് ഫംഗ്ഷനൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വോക്സ്വാഗൻ്റെ ഒരു ലോഗോ. അതുപോലെ GTയുടെ ഒരു ബാഡ്ജിങ് അകത്ത് നമുക്കിത് സ്റ്റിയറിംഗിലായിട്ട് ലഭിക്കുന്നുണ്ട്. സ്റ്റിയറിംഗിൽ നമുക്കിത് സിൽവർ എലമെൻ്റ് ഉണ്ട്, ഗ്ലോസി ബ്ലാക്ക് ഉണ്ട്, റെഡ് ഇൻസേർട്ട് ഉണ്ട്. റെഡ് എപ്പോഴും റെഡ് സ്റ്റിച്ചിങ് ഉണ്ട്. അപ്പോൾ റെഡ് എപ്പോഴും ആ ഒരു GTനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എന്ന് പറയാം. ഒരുപാട് കൺട്രോൾസും കാണാൻ സാധിക്കും നമുക്ക്. ഇവിടെയൊക്കെ മീഡിയയുടെ കൺട്രോൾസാണ് വന്നുള്ളത്. ഒരു 10.4 ഇഞ്ചിൻ്റെ MID വരുന്നതിൻ്റെ കൺട്രോൾസാണ്. ഇവിടെ നമ്മുടെ ക്രൂയിസ് കൺട്രോൾ, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, അതുപോലെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ തുടങ്ങിയ അങ്ങനെയുള്ള അത്യാവശ്യം കൺട്രോൾസ് കാര്യങ്ങൾ വന്നിട്ട് പുറകിലായിട്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് വന്ന് നമുക്കൊരു 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് പിന്നെ വൈപ്പറിൻ്റെ കൺട്രോളും നമ്മുടെ ലൈറ്റ്സിൻ്റെ കൺട്രോൾ അത്രയൊക്കെയാണുള്ളത്. ഇനി മീറ്ററിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മീറ്റർ ഒന്ന് ഓൺ ആക്കാം. നമ്മുടെ ഓൺ ഓഫ് ബട്ടൺ അല്ലെങ്കിൽ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ സെൻട്രൽ കൺസോളിലാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ കണ്ടത് ഇലിമിനേറ്റ് ആവുന്നത് ചുമ്മാ ഇലിമിനേറ്റ് ആയിക്കൊണ്ടിരിക്കും. കാരണം രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ പുഷ് ബട്ടൺ കണ്ടുപിടിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉപകാരം. ഈ രൂപത്തിലാണ് നമുക്ക് MID ഓപ്പൺ ആവുന്നത്. 10.4 ഇഞ്ചിൻ്റെ ഒരു MID ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ ഇവിടെ ടാക്കോമീറ്റർ കാണാം. അതിൽ തന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ സ്പീഡോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് അതിൻ്റെ ഈ രൂപത്തിൽ നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ എടുക്കാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ളൊരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ആ ഒരു ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു MID മുഖേന അറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ അതിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് 2-3 ടൈപ്പ് സെറ്റ് ചെയ്യാം. അതിപ്പോൾ GT നമുക്ക് കുറച്ചുകൂടി സ്പോർട്ടായിട്ട് ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൽ നമ്മുടെ RPM മീറ്ററും അതുപോലെ തന്നെ സ്പീഡോമീറ്ററൊക്കെ ഒരൊറ്റ ഡയലിൽ സെൻട്രലായിട്ട് വരും. നമ്മൾ ഈ കാണുന്നത് നമ്മുടെ നോർമൽ ഒരു റെഗുലർ ടൈപ്പ് സാധനമാണ്. അത്തരത്തിൽ പിന്നെ കുറച്ചുകൂടി
ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വശങ്ങളിൻ്റെ ഇൻഫർമേഷൻ കൂടുതലായിട്ട് വരുമെന്നതാണ്. ടാക്കോമീറ്റർ ഉണ്ടാവില്ല, ഇവിടെ സ്പീഡോമീറ്റർ കാര്യങ്ങൾ, അഡാസിൻ്റെ കൺട്രോൾസ്, അത്ര ഇൻഫർമേഷൻസ് ഒക്കെ ആയിരിക്കും. കൂടുതൽ ഇൻഫർമേറ്റീവ് ആവും MID എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവിടെ വരുന്നൊരു മാറ്റം. ഇനി എൻ്റർടൈൻമെൻറ്റ് കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 12.9 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീനാണ് നൽകിയിട്ടുള്ളത്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് ആയിട്ട് വരുന്നുണ്ട്. അഡാസിൻ്റെ കാര്യങ്ങളും അതുപോലെ ഇതിൽ വേറെ എവിടെ നമുക്ക് ഒരുപാട് കൺട്രോൾസ് ഒന്നും കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് കൂടുതൽ നമ്മൾ ഇതിൻ്റെ കൺട്രോൾസ് എടുക്കേണ്ടത് ഈ ഒരു ടച്ച് സ്ക്രീൻ ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു ഷോർട്ട് കട്ട്സ് മാത്രം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മെനുവിലേക്ക് പോകാൻ ഇവിടെ ഒരു പ്രസ് കൊടുക്കുക. AC കൺട്രോൾസ് എടുക്കുന്ന രീതിയിൽ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ നേരെ ഒരു AC കൺട്രോൾസിലേക്ക് വരും. ആ AC ടെമ്പറേച്ചർ കൂട്ടുന്നതും കുറക്കുന്നതും ഓഫ് ചെയ്യുന്നതും സീറ്റുകൾ ഹീറ്റാക്കുന്നത് അതിൻ്റെയൊക്കെ ഫംഗ്ഷൻ പിന്നെ അതിനേക്ക് അകത്തേക്ക് പോകുമ്പോഴാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് ടച്ച് നമ്മൾ ഇവിടെ ടച്ച് ചെയ്തതിന് ശേഷം പിന്നെ കൺട്രോൾസ് എടുക്കുക, ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഡ്രൈവ് മോഡ്സ്, എക്കോ, കംഫർട്ട്, സ്പോർട്ട്, ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞിട്ടൊരു മോഡ് കൂടിയുണ്ട്. നമ്മുടെ ഡ്രൈവറുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു സസ്പെൻഷൻ കാര്യങ്ങൾ, റൈഡിൻ്റെ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് പ്രോഗ്രസീവ് സ്റ്റിയറിംഗ് ആണ് ഗോൾഫ് GTAക്ക് വരുന്നത് എന്നുള്ളതാണ്. അതായത് സാധാരണ വാഹനങ്ങളിൽ നമ്മൾ 1.5 റൗണ്ട് ഇങ്ങനെ സ്റ്റിയറിംഗ് തിരിച്ചാലാണ് ഫുൾ ടേൺ ആവുന്നത്. പക്ഷേ ഗോൾഫ് GTAയിൽ നമ്മൾ 1 റൗണ്ടേ ഉള്ളൂ ആകെ. ഇതിപ്പോൾ സെൻറ്ററാണ് നിൽക്കുന്നത്, ഇത്രയേ ഉള്ളൂ. സ്റ്റിയറിംഗ് ലോക്കായി, എൻഡായി. അതുപോലെ തന്നെയാണ് നമ്മൾ വീണ്ടും സെൻറ്ററായി ഓപ്പോസിറ്റ് സൈഡിലേക്ക് ലോക്കായി. അപ്പോൾ ഇതാണ് പ്രോഗ്രസീവ് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യത്തെ ഹാഫ് നോർമൽ വാഹനങ്ങളുടെ പോലെ ആയിരിക്കും തിരിക്കുക. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് വളരെ പ്രോഗ്രസീവായിട്ട് നമുക്കൊരു റൗണ്ട്, ഒരു പകുതി റൗണ്ട് എക്സ്ട്രാ തിരിയുന്നത് കൂടി ചേർത്ത് അങ്ങോട്ട് അഡ്വാൻസ് ആയിട്ട് തിരിയുമെന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ പാർക്കിങ്ങിലൊക്കെ വാഹനം എടുക്കുന്ന സമയത്ത് വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു ഫീച്ചറാണെന്ന് പറയാം. അത്യാവശ്യം ഫോക്സ്വാഗൻ്റെ വാഹനങ്ങളിൽ, ഹൈ എൻഡ് വാഹനങ്ങളിലൊക്കെ വരുന്നൊരു ഫീച്ചർ കൂടിയാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് കൺട്രോൾസ് ഇവിടെ നിന്നും കാണാൻ സാധിക്കില്ലെങ്കിൽ പോലും മാനുവലായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം AC ടെമ്പറേച്ചർ കൺട്രോൾ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ വോളി അപ്പ് ആൻഡ് ഡൗൺ അതൊക്കെ ടച്ച് തന്നെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ളൊരു കോക്പിറ്റാണ് നമ്മൾ കാണുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചെരിവ്, ഡാഷ്ബോർഡിൻ്റെ ഒരു ചെരിവ്, അതുപോലെ ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ, AC കൺട്രോൾസ് ഒക്കെ ഇങ്ങോട്ട് ചെരിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ഇത് ഡ്രൈവേഴ്സ് കാറാണ്, ഇവിടെ ഇരുന്നിട്ടാണ് ഇതിൽ യാത്ര ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ കൺട്രോൾസ് ഒക്കെ ആ ഒരു ഡ്രൈവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് കാണാൻ പറ്റുന്ന രൂപത്തിലാണ് ബ്രാൻഡ് നൽകിയിട്ടുള്ളത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാം. ക്യാമറയുടെ ഒരു ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രൂപത്തിലാണ്. അത്യാവശ്യം ടോപ്പ് ക്ലാസ് ക്വാളിറ്റിയുള്ള ഒരു ക്യാമറ കാര്യങ്ങളാണ് വന്നത്. ഇതിൽ സ്റ്റിക്കറിലുണ്ട്, നിങ്ങൾക്ക് എത്ര മനസ്സിലാവുമെന്ന് അറിയില്ല. എന്തായാലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കാര്യങ്ങൾ നമുക്ക് ക്യാമറയ്ക്ക് വരുന്നത്. കൂടാതെ സെൻസറൊക്കെ ഫ്രണ്ടിലും പുറകിലും ഒക്കെ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. അതുപോലെ ഹോൺ നമുക്കൊരു സാധാരണ നമ്മൾ ഈ ഒരു ഫോക്സ്വാഗൻ്റെ വാഹനങ്ങൾ കാണുന്ന പോലെ ഒരു ഡുവൽ ഹോണാണ്, വളരെ ലൗഡായിട്ടുള്ള ഹോണാണ് നൽകിയിട്ടുള്ളത്. ഇനി വൈപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പ്രേ കാര്യങ്ങൾ വരുന്നുണ്ട്. മനോഹരമായിട്ട് അടിപൊളിയായിട്ട് ഫുൾ വിൻഷീൽഡ് ക്ലീൻ ആക്കുന്ന രൂപത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഇവിടെയൊക്കെ ആ ഒരു കാർബൺ ഫൈബറിൻ്റെ ടച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. AC വെൻസ് അതിന് താഴെയായിട്ട് നൽകിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞാൽ 3 സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആണിത്. നമ്മളിപ്പോൾ ഈ 2 വെൻസിനും കൊടുത്തുള്ള 29 ടെമ്പറേച്ചറാണ്, ഡ്രൈവർ സൈഡ് 17 ടെമ്പറേച്ചറാണ്. അത്തരത്തിൽ ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് താഴേക്ക് വന്ന 2 C-ടൈപ്പ് ചാർജിംഗ് പോർട്ട് കാണാം. അതുപോലെ തന്നെ മറ്റൊരു ഹിഡൻ സാധനം ഗോൾഫ് എന്നുള്ളത് കാണാൻ സാധിക്കും. ഈ ഒരു വാഹനത്തിൽ ഗോൾഫ് എന്നുള്ളത് നമുക്ക് ഈ ഒരു വയർലെസ് ചാർജിങ് ഏരിയയിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. വാഹനത്തിന് മറ്റെവിടെയും ഇതിൻ്റെ മോഡൽ നെയിം എഴുതിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ആണ്. ഇത് ഉയർത്തി കഴിഞ്ഞാൽ ഇവിടെ വയർലെസ് ചാർജിങ് പാഡ് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അവിടെ താഴേക്ക് വന്നാൽ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ്, പാർക്കിംഗ് ബ്രേക്ക്, അതുപോലെ നമ്മുടെ ഗിയർ സെലക്ട് കാണാം, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, അതുപോലെ സ്പോർട്ട് എന്നിങ്ങനെയുള്ളത്. അതിന് താഴേക്ക് വന്നാൽ ഓട്ടോ ഹോൾഡോട് കൂടിയിട്ടുള്ള ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആണ്. ഇവിടെയൊക്കെ നമുക്ക് സ്റ്റോറേജ് ഏരിയ ആണ്. മൊത്തത്തിലൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് എന്ന് പറയാം. അതുപോലെ ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡർ വന്നിട്ട് അത് റിട്രാക്ട് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലാണ്. ഇത് ഫുൾ നമുക്കൊരു സ്റ്റോറേജ് ഏരിയ ആക്കി മാറ്റാം. ഇനി കപ്പ് ഹോൾഡർ വെക്കണം, അല്ലെങ്കിൽ ക്യാനൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു പ്രസ് കൊടുത്താൽ മതി. എന്ന് മാത്രമല്ല നമ്മുടെ ക്യാൻ്റെ സൈസ് അനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ആവുകയും ചെയ്യും. കണ്ടോ, ഇത്തരത്തിൽ വൈഡായി നമുക്ക് നമ്മുടെ ക്യാൻ്റെ സൈസിനനുസരിച്ച് എത്ര വേണമെങ്കിൽ ഏത് സൈസിലുള്ള ക്യാൻ വേണമെങ്കിലും നമുക്ക് വെക്കാവുന്ന സ്പേസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 12 വാട്ടിൻ്റെ ചാർജ് സോക്കറ്റ് നമുക്ക് നൽകിയിട്ടുണ്ട്. ആംറസ്റ്റിന് സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിംഗ് ഉണ്ട്, അത് സ്ലൈഡിംഗ് ആണ് നൽകിയിട്ടുള്ളത്. കൂടാതെ താഴെയായിട്ട് ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഡീസൻറ്റ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാം. നമുക്ക് വാനിറ്റി മിറർ വിത്ത് ലൈറ്റോട് കൂടി വന്നിട്ടുണ്ട്. അത് ഡ്രൈവർ സൈഡ് നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഓട്ടോ ഡിമ്മിംഗ് ആണ് നമുക്ക് IRM വന്നിട്ടുള്ളത്. അതുപോലെ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് മുകളിലും കാണാൻ സാധിക്കും. ഇത് മാപ്പ് ലാമ്പ് ഓൺ ഓഫ് ആണ്. ഇത് നമ്മുടെ ഡോറിൻ്റെ ഒക്കെ ഒരു ഇൻഡിക്കേഷൻ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ബട്ടൺ സെറ്റിങ്സ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ഷോർട്ട് കട്ട് രൂപത്തിൽ മുകളിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ സ്വൈപ്പ് ചെയ്താലാണ് നമ്മുടെ സൺറൂഫ് ഓപ്പൺ ആവുന്നത്. അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ളൊരു സൺറൂഫ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ സൈസ് വെച്ച് നോക്കുന്ന സമയത്ത് ലഭിക്കുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാം കേട്ടോ. അതിൽ സൺഷെയ്ഡ് നമുക്ക് മാനുവലി ഇത്തരത്തിൽ മാനുവലി കൺട്രോൾ ചെയ്യണം. ഒരു സൺറൂഫ് മാത്രമാണ് നമുക്ക് ഇലക്ട്രിക്കൽ കൺട്രോൾ വരുന്നത്. എന്തായാലും അതിമനോഹരമായിട്ടുണ്ട് മൊത്തം ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് സീറ്റൊക്കെ ഉണ്ട്, GTAയുടെ ബാഡ്ജിങ്ങോട് കൂടിയിട്ടുള്ള ഒരു GTA സ്പെഷ്യൽ സീറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിമനോഹരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കേട്ടോ. നമുക്ക് ഇരിക്കുമ്പോൾ അത്രയധികം കംഫർട്ട് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. എന്തായാലും എന്തെങ്കിലും ഓടിക്കാനുള്ളൊരു ഭാഗ്യത ഉണ്ടാവട്ടെ എന്ന് പറയാം. ആ സമയത്ത് കൂടുതലായിട്ട് അത്തരം കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇനി നമ്മുടെ എഞ്ചിൻ ഒന്ന് തുറന്ന് കാണാം.
ആ സമയത്ത് മറ്റൊരു കാര്യം സേഫ്റ്റി ഫീച്ചർ പറയാനുണ്ട്. ഇതാണ് നമ്മുടെ എഞ്ചിൻ ഹുഡ് ഓപ്പൺ ചെയ്യുന്ന ലിവർ. ഇത് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല. ഹുഡ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യണം, എന്നാലേ നമുക്ക് ഈ ഒരു ലിവർ പൊള്ളിയാനായിട്ട് പറ്റുള്ളൂ. ഫോക്സ്വാഗൻ നെക്സ്റ്റ് ലെവൽ സേഫ്റ്റി തിങ്കിങ് ആണ് അതൊക്കെ എന്ന് പറയാം. എന്തായാലും ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സേഫ്റ്റി സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 7 എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, EBD ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇനി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വരുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ബ്രേക്ക് ബൂസ്റ്റർ, ഇലക്ട്രോ മെക്കാനിക്കൽ ബ്രേക്ക് ബൂസ്റ്റിംഗ് കൂടി ഗോൾഫ് GTI ആയിട്ട് ബ്രാൻഡ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അത്രയും പവർ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ബ്രേക്കിങ്ങിൻ്റെ എഫിഷ്യൻസി നിർബന്ധമാണെന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്താൽ കാണുന്ന കാഴ്ച. 1980 cc എഞ്ചിനാണ്, 2 ലിറ്റർ TSI ടർബോ പെട്രോൾ എഞ്ചിനാണ് വന്നുള്ളത്. 265 PS 370 ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബീസ്റ്റാണ് ഇതിനകത്തുള്ളത്. നമ്മൾ സാധാരണ ഇങ്ങനെ ഹുഡ് ഈ ഒരു ഏരിയ, ബോണിൻ്റെ ഏരിയ ഫുള്ള് നിറഞ്ഞിരിക്കുന്നത് കാരണം ഡീസൽ വാഹനങ്ങൾ കാരണം കൂടുതൽ എക്യുപ്മെൻറ്റ്സ് അതിലല്ലേ വരും. പക്ഷേ ഈ 2 ലിറ്റർ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ മാസീവ് ആണ് കേട്ടോ. നിറച്ച് കമ്പോണൻസ് ആണ്, വേറെ ഒന്നും കാണാനില്ല എന്നുള്ളതാണ്. ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സൗണ്ട് നമുക്ക് ഉള്ളിലിരുന്നാൽ വേറെ സൗണ്ട്, ആ എക്സോസ്റ്റിന് നല്ലൊരു സൗണ്ട് നമുക്ക് കേൾക്കാമെന്നുള്ളത്, അല്ലാതെ വേറെ നോയ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അകത്തേക്ക് കേൾക്കില്ല എന്നുള്ളതാണ് കേട്ടോ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. എന്തായാലും തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫീച്ചേഴ്സ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയോ, ഇത്രയും ആളുകൾ എക്സൈറ്റിംഗ് ആയിട്ട് ഒരു വാഹനത്തിനെ സമീപിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.